വൈശാലി എന്ന ക്യാരക്ടറും ഋഷ്യശൃംഗൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അത് ഈ വേദിയിൽ അവതരിപ്പിച്ചു. ഐ തിങ്ക് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. അതിന് അതിൽ ഏറ്റവും നല്ല കാര്യം ഈസ് ദാറ്റ് കോയിൻസിഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല, പ്ലാൻഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് എക്സാക്ട്ലി ലോമപാത മഹാരാജാവും ഇവിടെ തന്നെയുണ്ട്. ചേട്ടനൊരു ഗ്രേറ്റ് ക്യാരക്ടറാണ്. എല്ലാവരും ആദ്യം പ്രോബ്ലി ഓർക്കുന്ന ഒരു ക്യാരക്ടർ രാജാവിന്റെ ആ റോൾ തന്നെയാണ്. അപ്പോൾ അത്രയും നല്ല മനോഹരമായ ഒരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി. അതെന്നെ സംബന്ധിച്ചോളം എന്റെ കരിയറിൽ അല്ലെങ്കിൽ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിനകത്തെ ലോമപാത മഹാരാജാവ് എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് വന്നത് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. കാരണം ഭരതേട്ടന്റെ മനസ്സിൽ എപ്പോഴും എന്റെ ഒരു രൂപമായിരുന്നു. കാരണം എന്നെ കാണുന്നതിന് 5 വർഷം മുമ്പ് പുള്ളി അതിന്റെ സ്കെച്ച് വരച്ചിരുന്നു. വൈശാലി, ഋഷിശൃംഗൻ, ലോമപാത മഹാരാജ എല്ലാവരുടെയും സ്കെച്ച് വരച്ചിരുന്നു. പക്ഷെ എന്നെ കാണുന്നതിന് 5 വർഷം മുമ്പ് വരച്ച ആ സ്കെച്ചിന് എന്റെ ഒരു രൂപമായിരുന്നു. ഭരതേട്ടൻ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ള ഇതിന്റെ സാരഥികൾക്ക് ഇത്രയും പുതിയൊരു ആക്ടറെ കൊണ്ട് അല്ലെങ്കിൽ തുടക്കക്കാരനെ കൊണ്ട് രണ്ടാമത്തെ സിനിമ ഇത്രയും വലിയൊരു ക്യാരക്ടർ എങ്ങനെ ചെയ്യിക്കും, അത് താങ്ങുമോ എന്നൊക്കെയുള്ള സംശയത്തിന്റെ പേരിൽ മാറ്റി മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ എങ്ങനെയോ മറ്റുള്ള സെലക്ഷൻസ് ഒന്നും ശരിയാതെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്റെ തലയിലേക്ക് വന്നു. എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ഭരതേട്ടനോട് ഞാൻ പറഞ്ഞു, ഭരതേട്ട ഇതുകൊണ്ട് എന്റെ കരിയർ തീരും, കാരണം ഇത് ഞാൻ കുളവാക്കും, പിന്നെ ഭരതേട്ടന് ചീത്തപ്പേരോ. ഭരതേട്ടൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, നീ ധൈര്യമായിട്ട് ഡ്രസ്സ് എടുത്തിട്ട് നീയോട് ചെയ്തു, ധൈര്യമായിട്ട് അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ശരി ഓക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു നീ രാജാവ് അങ്ങ് സങ്കല്പിക്കുക, നടക്കാൻ പറഞ്ഞു. ഞാൻ നടന്നു. ഈ രാജാവിന് കൂന് പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പൊക്കമുള്ളതുകൊണ്ടൊന്ന് കുനിഞ്ഞു നടക്കുക, അങ്ങനെ എല്ലാം കറക്റ്റ് ചെയ്തെന്ന് ഞാനൊരു സ്റ്റൈലിൽ നടന്നു കാണിച്ചു. അതങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. ഒരു മാടപ്രാവിനെ പരുന്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വന്തം മാംസം അറുത്തെടുത്ത് തുലാസിലിട്ട ശിബിയുടെ പാരമ്പര്യമുള്ളതാണത്രേ ഈ രാജവംശം. ഈ സത്യം പറഞ്ഞാൽ ഞാൻ സന്തോഷം കൊണ്ട് കണ്ണു നിറയാണ്. അതുപോലെ ഒരു ഫീലിംഗ് ആണ്. എനിക്ക് ഭരതേട്ടനെ മിസ് ചെയ്യുന്നു. ടോട്ടൽ ക്രൂ വർക്ക് ചെയ്ത് എല്ലാവരും ഒരു ഫിലിമിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവരും ഒരു 200% ഡെഡിക്കേഷൻ ആയിരുന്നു അതിനകത്തൊരു ഒരു ഫിലിം മേക്കിംഗ് അല്ലായിരുന്നു, ഒരു ലൈഫായിരുന്നു അത്. വിനുമോഹനും നയനയും വളരെ മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. വിനുമോഹന്റെ എക്സ്പ്രഷൻസ് എല്ലാം ആ ഋഷിശൃംഗന്റെ ആ സംഭവങ്ങളെല്ലാം റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. ഒരു പക്ഷെ ഇന്ന് വൈശാലി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ വിനുമോഹൻ അതിനകത്ത് ഋഷിശൃംഗനായിട്ട് അഭിനയിച്ചായിരുന്നു. താങ്ക് യു വെരി മച്ച്. വെൽ ഡൺ. താങ്ക് യു. Yet another specialty is ഈ സിനിമയിലെ പാട്ടുകളൊക്കെ തന്നെ വളരെ പോപ്പുലർ ആണ് ബംബി രവി സാറിന്റെ സംഗീതത്തിൽ. സോ നമുക്ക് പാടിയ ചേച്ചി എടുത്ത് ചോദിക്കാം. നയന ചേച്ചി നന്നായിരുന്നു, അസലായിരുന്നു. ഇനിയും ആ കൂടെ നിങ്ങളുടെ കോറിയോഗ്രാഫി നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഫിലിം കണ്ടിട്ടുള്ളവർക്ക് അത് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോള് പാടിയതിനകത്ത് എനിക്കൊന്ന് തോന്നിയെന്തായിരുന്നു, മോള് താഴെ ഹമ്മിങ്ങിന്റെ താഴെ പോലെ ആ നോട്ട് വരുമ്പോ നമുക്ക് എത്തുന്നില്ല. ആ സ്ഥലം കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ മേലെ പാടുന്ന പോർഷൻസ് ഒക്കെ അവിടെ എത്തുമ്പോൾ ഒരു സ്വാതന്ത്ര്യ കുറവുണ്ടെന്ന് എനിക്ക് അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ നന്നായിരുന്നു. വിനു വളരെ സുന്ദരനായിട്ടുണ്ട്. മുനി താങ്ക് യു ചേട്ടാ. കൊള്ളാം. പിന്നെ മോഹന്റെ പേര് ദോഷം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ചാടി വന്ന ആരാണ്? രോമപാതൻ. ലോമപാതനല്ല, അത് രോമപാതൻ. രോമ ഇളകിപ്പോയി. അത് ഋഷ്യശൃംഗന്റെ അച്ഛനല്ലേ? ഋഷ്യശൃംഗന്റെ അച്ഛൻ. അച്ഛന്റെ മീശ ഇളകിപ്പോയി കേട്ടോ. നല്ല ഇത്രയും ബലമായിട്ട് ചവിട്ടുപോ. സുള്ളു മാക്സിമം പവറായിട്ട് ശപിക്കാനെത്തിയതാന്ന് തോന്നുന്നു. അത് മോഹന്റെ ഒരു ശാപമായി. കഷ്ടം. നന്നായിരുന്നു ടോട്ടലി കേട്ടോ. ഞാൻ വളരെ എൻജോയ് ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് ഈ നമ്മുടെ അണ്ണാച്ചിയും ഇപ്പുറത്തിരിക്കുന്ന അണ്ണിച്ചിയും ഒക്കെ കൂടെ ആയപ്പോ ഞങ്ങളുടെ 2 പാവങ്ങളും നടുവിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. വിനുവും നയനയും മനോഹരമായിരുന്നു കേട്ടോ നിങ്ങളുടെ പെർഫോമൻസ്. പിന്നെ നയന ശ്രദ്ധിക്കേണ്ടത് ശ്രുതി ആണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അത് വളരെയധികം നോക്കണം. കാരണം നല്ല ശബ്ദമാണ്, നല്ല പവർഫുൾ വോയിസ് ആണ്. പക്ഷേ അങ്ങോട്ട് കുറച്ച് അടപ്പുണ്ടോ ഇപ്പൊ ഈയിടെയായിട്ട്? ഹൈ നോട്ട്സ് അല്ല, എവിടേക്കോ പോകുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഏതോ ഒക്കെ വേർഡ്സ് വരുമ്പോഴത്തേക്ക് അങ്ങ് അടഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. കഴിഞ്ഞ പെർഫോമൻസിലും ഞാനിത് ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ വരുന്നുണ്ടോ? ശബ്ദം അടപ്പുണ്ടോ? ഇടയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ. അതെന്താ അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ത്രോട്ട് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ആ ഒരു ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് പാടിക്കേ.
ഇന്ദ്രനീലിമയോലും 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 ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം എന്റെ മുഖം ഇന്നലെ നിൻമുഖം നീ മുഖം ഇന്നലെ നിൻമുഖം നീ നോക്കി നീ നോക്കി നീ നോക്കി നിന്നു ഇന്ദ്രനീലിമയോലും ഇന്ദ്രനീലിമയോലും ഇന്ദ്രനീലി ഇന്ദ്രനീലിമയോലും അല്ല, ഒരു അക്ഷരം പറയാൻ ബുദ്ധിമുട്ടുന്നു. മാ എന്ന അക്ഷരം അതെന്താണത്? ഞാനിത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമായിരുന്നു. അത് പറയൂ. അത് എല്ലാ അക്ഷരം ലജ്ജ. ഇന്ദ്രനീലിമയോലും ഇന്ദ്രനീലിമയോലും വളരെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഈസി ആയിട്ട് പാടൂ. ഇന്ദ്രനീലിമയോലും ഇപ്പൊ ഓടിപ്പോയി. അപ്പൊ അത് വളരെ കോൺഷ്യസ് ആവരുത് കേട്ടോ. അങ്ങനെ പല സ്ഥലങ്ങളും കുറച്ച് പോയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഈ രസകരമായിട്ടുള്ള മൂവ്മെന്റ്സ് കണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും മാർക്സിലേക്ക് കിടക്കാം. ഷാൽ വി ലെറ്റ്സ് ആസ്ക് ചിത്ര ചേച്ചി ഔട്ട് ഓഫ് 30. 26. 26. ശരത് sir? 26. 26. Shriyata? 26. Alright, and Babuchara out of 10. 8. 8 on 10. Thank you, 78 plus 8, 86. 86 മാർക്സ് ആണ് നാനയുടെയും മിനുവിന്റെയും ഈ പ്രേമഗാനം റൗണ്ടിലെ ജഡ്ജസ് നൽകിയത്. പക്ഷെ ഐ തിങ്ക് മറ്റൊരു കാര്യമുണ്ട്. വിനു ബൈ ബൈ പറയാണല്ലേ. 3 എപ്പിസോഡിൽ ഞങ്ങളുടെ 3 കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വിനു ഇവിടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും മകൻ താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയൊരു സ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തി. താങ്ക് യു. ആൻഡ് ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സിനൊക്കെ ഓൾ ദി വെരി ബെസ്റ്റ് ഓഫ് ലക്ക്. എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യുക. വോട്ടിന്റെ ഫോർമാറ്റ് ഫോർമാറ്റ് IS space Nayana NAYANA.